30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. തണൽ സാംസ്കാരിക വേദിയുടെ 1ാം വാർഷികവും ഓണാഘോഷവും വിപുലമായി ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. തണൽ സാംസ്കാരിക വേദിയുടെ 1ാം വാർഷികവും ഓണാഘോഷവും പ്ലാവിൻചുവട് ശബരി ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ഓണാഘോഷത്തിന്റെ സമാപനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ചെറുതുരുത്തി SI നിഖിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മത്സ്യപരിപാടികളാണ്, അതിൽ പ്രൈസ് കിട്ടിയ ബന്ധപ്പെട്ടുള്ള ചടങ്ങാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഓണം കൂടി കഴിഞ്ഞു തന്നെ പറയാം. തിരുവോണം കഴിഞ്ഞാൽ തന്നെ ഓണം കഴിഞ്ഞു. ഇനി പുലിക്കളി മാത്രമാണ് ബാക്കിയുള്ളൂ നമ്മുടെ തൃശ്ശൂരെ സംബന്ധിച്ച്. അപ്പോൾ ഓരോ വട്ടത്തും ഓണം നമുക്ക് ഓരോന്നര തോന്നുന്നതാണ്. ഈ വട്ടത്ത് ഓണാണെങ്കിൽ നമ്മൾ കണ്ടമാനം ആഘോഷങ്ങളുണ്ടായി. മീഡിയാസിലൊക്കെ വരലായിക്കൊണ്ടിരിക്കുന്നത് ഒരു നവീകരണത്തിന്റെ പരിപാടികളുടെ ഒരു മഹാബലി കടന്നു പോകുന്നതാണ്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. മഹാബലി ലോകമൊക്കെയായിട്ടാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നീതിമാനായിരുന്നു. കേരളത്തിലെ എല്ലാവരെയും ഒരേപോലെ കണ്ട് സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ കൈമുതലാനുള്ള നേതാവ്. അപ്പോ ആ രാക്ഷസ മാവേലി ഒരു അസുരനായിരുന്നു. അത് കാരണം നമ്മുടെ കേരളം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ദേവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോ മഹാവിഷ്ണു വാമനന്റെ രൂപമെടുത്തിട്ട് മഹാബലിനെ സന്ദർശിച്ചു. എന്നിട്ട് 3 അടി ചോദിച്ചു. 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ 1000 അടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് ആകാശവും 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം മഹാബലി സ്വന്തം തല കൊടുത്തിട്ട് 3ാമത്തെ അടി ആൾക്കാർ ആവശ്യപ്പെട്ടിരിക്കും. പാമ്പനെ മഹാബലിയെ പാതാതിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നതാണ് ഐതിഹ്യം. അരുൺ വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. മധുമഠത്തിൽ വാസു വൈദ്യർ, കലാമണ്ഡലം സുകുമാരൻ, രക്ഷാധികാരി ശങ്കരനാരായണൻ നായർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തണലിന്റെ പരിപാടി കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് പുരോഗമനത്തിലെത്തിയിട്ടുണ്ട്. കാരണം വനം പുരോഗമനത്തിലുണ്ട്. നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രം കാഴ്ചവെക്കുന്ന ഇമാതിരി സംഘടനകൾ ഇനി വളർന്നു വരുന്നത് വളരെ അത്യാവശ്യമാണ്. അതാണ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇതിനെല്ലാം നല്ലൊരു സൗഹൃദം കൊണ്ടുവരുന്നുണ്ട്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർ കുറച്ച് കുറവാണോ കുറച്ച് കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.